ഫ്രണ്ട്സ്. എനിക്ക് ഫ്രണ്ട്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അറിഞ്ഞൂടാ. എനിക്ക് നിറയെ ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ അറിയാം. ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം ടു ടോക്ക് ടു പീപ്പിൾ. ഇപ്പോൾ പരിചയമില്ലാത്ത ഒരാളടുത്ത് പോയി പരിചയപ്പെടാനോ സംസാരിക്കാനോ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി ദുബായ് വന്നതിന് ശേഷം എനിക്ക് വളരെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് ഫ്രണ്ട്സുകളേ ഉള്ളൂ നിങ്ങളുടെ പരിപാടി നിർത്തി ഇവിടെ. കാരണം ഇതൊരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടൊരു സ്ഥലമാണ്. എവ്രി വൺ ഈസ് ഫോർ ദം. എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആണ്. സോ ഞാനിവിടെ വരണേക്കാട്ട് മുമ്പ് തന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയായിരുന്നു. വന്ന സമയത്ത് ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എവ്രി വൺ ഈസ് ബിസി. അവരെല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ തിരക്കുകളിലാണ്. കാരണം ഇതെനിക്ക് പൂർണ്ണമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ജോലി കിട്ടിയതിന് കഴിഞ്ഞതിന് ശേഷം ഞാനും എത്രത്തോളം ബിസിയാണ്. കാരണം നമുക്കൊരു ദിവസമാണ് ഓഫ് കിട്ടുക. ആ സമയത്ത് നമുക്ക് മറ്റു കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. എസ്പെഷ്യലി ഫാമിലി ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫാമിലിയോടൊപ്പം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാന്നുള്ളതിനപ്പുറത്തേക്ക് അവർക്കൊന്നും പറ്റില്ല. പിന്നെ ഈ ചൂട്, പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ടുകൾ, പൈസയുടെ എക്സ്പെൻസ്, ഇതൊക്കെ ആലോചിച്ചിട്ട് പലരും സൗഹൃദങ്ങളിൽ വളരെ ഡീപ്പായിട്ട് പോകുന്നത് ഞാൻ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. മേ ബി അതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷേ ഈവൻ ദോ എനിക്ക് പേഴ്സണലി ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒട്ടും അറിഞ്ഞൂടാ. ഞാൻ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാറില്ല. ഞാൻ വിളിച്ച് അവരെ അപ്ഡേഷൻസ് നടത്താറില്ല. അതേമാതിരി തന്നെ അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഞാനായിട്ട് മുൻകൈ എടുക്കാറില്ല. അവരെന്നെ മുന്നിലുള്ള സമയത്ത് അവരെന്നെ കാണുമ്പോൾ ഞാൻ 100% അവിടെ ഇൻവോൾവ് ആയിരിക്കും. പക്ഷേ വൺ ടൈം ഞാൻ അതിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ കൂട്ടുകാർക്കിടയിൽ വെച്ചിട്ട് ഈ ഒരു കഴിവുള്ള ഒരാളാണ് സുനന്ദ്. സുനന്ദ് എൻ്റെ ഒപ്പം പണ്ട് പൂനെയിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു പയ്യനായിരുന്നു. ഏകദേശം 10-12 വർഷങ്ങൾക്ക് മുമ്പ്, 15 വർഷങ്ങളെങ്കിലും ആയിട്ടുണ്ടാവും മിനിമം. പിന്നീട് ഒരുപാട് വർഷക്കാലം തീരെ കണക്റ്റഡ് ആയിരുന്നില്ല. പക്ഷെ ഞാൻ ഇവിടെ ദുബായ് വന്നതിന് ശേഷം അവൻ ഓൾറെഡി ദുബായിലുണ്ടായിരുന്നു. എൻ്റെ സ്റ്റാറ്റസുകളുടെയും മറ്റും ഞാൻ ദുബായിലെത്തിയത് മനസ്സിലാക്കിയിട്ട് അവൻ എന്നെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ച് അവൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ എന്നെ പരിചയപ്പെടുത്തിയിട്ട് ഒരാളാണ് സുനന്ദ്. സുനന്ദ് ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഞാൻ പലപ്പോഴും അത്ഭുതത്തോടു കൂടി നോക്കിയിട്ടുണ്ട്. കാരണം അവനറിയാം ആൾക്കാരായിട്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യണം. അവൻ ഇടയ്ക്ക് വിളിച്ച് അന്വേഷിക്കും സുഖവിവരങ്ങൾ, ഓക്കെ അല്ലേ. അതേമാതിരി തന്നെ എവിടെയെങ്കിലും കാണാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അവൻ അതിന് മുൻകൈ എടുക്കും. ഇവിടെയുള്ള ഞങ്ങൾ ഒരു കൂട്ടം ആൾക്കാരെ ഒന്നിച്ച് നിർത്തുന്ന ഒരു ഗ്ലൂ ആണ് സുനന്ദ് ഞങ്ങളുടെ ഇടയിൽ. സോ എനിക്ക് പലപ്പോഴും അവനോട് അസൂയ തോന്നിയിട്ടുണ്ട്, എങ്ങനെയാണ് അവനിത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സമയത്ത് എനിക്ക് ഒരുപാട് ഡീപ്പായിട്ടുള്ള സുഹൃത്തുക്കളുണ്ടായിരുന്നു. എന്തിനും തയ്യാറായിട്ടുള്ള ആൾക്കാർ, ഒരുമിച്ച് കുറേ അബദ്ധങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്, പല തെണ്ടിത്തരങ്ങളും കാണിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിയിട്ട് അതിൽ നിന്ന് ഊരി പോന്നിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആഫ്റ്റർ 30 ഞാൻ സൗഹൃദങ്ങൾ കാണുന്നത് വേറൊരു രീതിയിലാണ്. കാരണം ഞാൻ കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൗഹൃദങ്ങളെന്ന് മാത്രമല്ല ഒരുവിധ എല്ലാ റിലേഷൻഷിപ്പുകളും ട്രാൻസാക്ഷനിലാണെന്ന്. കാരണം ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, ഒരു അഗ്രിമെൻ്റ് മാതിരിയാണത്. സോ ഇത്തരം കാര്യങ്ങൾ അത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ എക്സ്പെക്റ്റേഷൻ ആയിരിക്കാം, എക്കണോമിക്കൽ എക്സ്പെക്റ്റേഷൻ ആയിരിക്കാം. സോ അങ്ങനെയുള്ള എക്സ്പെക്റ്റേഷൻസിൻ്റെ മുകളിലാണ് പലപ്പോഴും ചില ബന്ധങ്ങൾ നിലനിന്ന് പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാ ബന്ധങ്ങളും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 33-ാമത്തെ വയസ്സിൽ എനിക്ക് ഒരു ഗ്രോത്ത് കണ്ടെത്തുന്നു, ഒരു ആരോഗ്യപരമായിട്ടുള്ളൊരു പ്രശ്നം കണ്ടെത്തുന്നു. സോ ആ സമയത്ത് എന്നെ വളരെയധികം മരണഭീതി ബാധിച്ചിട്ടുണ്ടായിരുന്ന സമയമായിരുന്നു. കാരണം ഈ ഗ്രോത്ത് ഇനി ക്യാൻസറസ് ആയി മാറൂ എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു. അത് ഡോക്ടേഴ്സും അതിന് കൺഫേംഡ് ആയിട്ടുള്ളൊരു ഉത്തരം തരാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഭയം നിലനിന്നു. പക്ഷെ ആ സമയത്താണ് ഞാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും, അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്യുന്നത്. ഐ മീൻ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്തു. ഞാൻ എല്ലാവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ആരോടും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആൾക്കാർക്ക് മെസ്സേജ് അയച്ചാൽ തിരിച്ച് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നില്ല. കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തൊരു സമയമായിരുന്നു അത്. അതിന് റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഒറ്റയ്ക്ക് ഇരിക്കാനായിരുന്നു. കാരണം ഞാൻ ആ സമയത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള വലിയൊരു സത്യം, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സത്യമാണ്. ആ സത്യം അതാണ് ലൈഫ്. ലൈഫിലൊരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്യാരക്ടേഴ്സ് മാറും, നമ്മളുടെ ഒപ്പമുള്ള ആൾക്കാരുടെ ക്യാരക്ടേഴ്സ് മാറും, നമ്മളുടെ ആവശ്യങ്ങൾ മാറും, നമ്മൾ പരസ്പരം ഔട്ട്ഗ്രോ ചെയ്യാൻ തുടങ്ങും, പലരും പല വഴിക്ക് പോകും. പക്ഷേ ഈ ഒരു ചേഞ്ച് വന്ന സമയത്ത് ഞാൻ വലിയൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ബേസിക്കലി എന്നോട് തന്നെയുള്ളൊരു സൗഹൃദം വളരെ മോശമായിരുന്നു. എല്ലാ 90s-ഉം 80s-ലൊക്കെ ജനിച്ചിട്ടുള്ള ആൾക്കാരുമാതിരി തന്നെ ഒരു ട്രോമയിലൂടെ തന്നെയാണ് എൻ്റെ കുട്ടിക്കാലം കടന്നു പോയിട്ടുള്ളത്. അത് ആരുടെയും തെറ്റല്ല. കാരണം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കുട്ടിക്കാലം ഇതിലും വലിയ ട്രോമയിലൂടെ അവൻ കടന്നു പോയിട്ടുണ്ടാവുക. അത് നമ്മൾ ഈ ട്രോമ എന്ന് പറയുന്നത് ജനറേഷൻ ടു ജനറേഷൻസ് കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിൽ. ഞാൻ എന്നോട് തന്നെ പെരുമാറിയത്, അതായത് ഞാൻ
എന്നോട് തന്നെയുള്ള സംസാരം പോലും ഒരു സൗഹൃദപരമായിരുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു അസുഖം വന്നതിന് ശേഷമാണ് ഞാൻ എന്നെ തന്നെ കുറച്ച് സ്നേഹിക്കാൻ തുടങ്ങിയത്. എന്നെ തന്നെ എനിക്കുള്ളിൽ തന്നെയുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായി വന്നത്. എനിക്ക് ഈ ലൈഫിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യണം, ഈ അസുഖത്തിൽ നിന്ന് റിക്കവർ ചെയ്ത് വരണം എന്നുള്ളൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് വന്നതും ഈ വളരെ പോസിറ്റീവായിട്ട് ചിന്ത വന്നത് തന്നെ സ്വയം സ്നേഹിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ വിശ്വസിക്കുന്നത് സ്വയം സ്നേഹിക്കുക, സ്വന്തം ഏറ്റവും നല്ലൊരു ഫ്രണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന്. അങ്ങനെ കഴിഞ്ഞെങ്കിൽ ബാക്കിയുള്ളവരുടെ അടുത്ത് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും, നല്ല സൗഹൃദങ്ങൾ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതല്ലാത്തടത്തോളം ബന്ധങ്ങളെല്ലാം ട്രാൻസാക്ഷണലായി മാറും. നമുക്കൊന്നിലും ഒരു ഇമോഷണൽ പോലും ആവശ്യമില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ സ്വയം ഗ്രോ ചെയ്യുന്ന സമയത്ത് ആ സൗഹൃദങ്ങളിൽ കുറച്ചും ഡീപ്നെസ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ അതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്. പക്ഷേ അത്തരം ഫ്രണ്ട്ഷിപ്പുകൾ കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം ഒരു ഫാസ്റ്റ് സ്പേസിൽ പോകുന്ന സമയത്ത് ട്രാൻസാക്ഷൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ നിലനിൽക്കുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി അത് ആ ബന്ധങ്ങളെ അകറ്റാൻ കാരണമാവുന്നുണ്ട്. സോ ഞാൻ എൻ്റെ 33-ാമത്തെ വയസ്സിൽ ഈ ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ച സമയത്ത് ഞാൻ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കോംപ്ലക്സ് ഉണ്ട്, ഒരു പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. ഞാൻ ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ തന്നെ ഇഷ്ടങ്ങളെ മറച്ചു വയ്ക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൂടിയിട്ടാണ് ആ സമയത്ത് അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാനൊരു കാര്യം ഡിസൈഡ് ചെയ്തിട്ടുള്ളത്, മറ്റൊരാൾക്ക് എന്ത് തോന്നിയാലും കുഴപ്പമില്ല, ഇനി ആ സൗഹൃദങ്ങൾ നിലനിന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത്, എനിക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത്, എനിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത്, അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒബ്വിയസ്ലി പല ബന്ധങ്ങളും മാറിപ്പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ബട്ട് ദാറ്റ്സ് ഓക്കെ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അധ്യാപകൻ, മലയാള അധ്യാപകൻ, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് പ്രണയങ്ങളൊക്കെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രിക്കോഷണറി എന്ന രീതിയിലാണ് പുള്ളി എന്ന് പറഞ്ഞത്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ മനസ്സിൻ്റെ വാതിലുകൾ തുറന്നിടണം, ആർക്ക് വേണമെങ്കിലും കയറി വരാം, ആർക്ക് വേണമെങ്കിലും ഇറങ്ങിപ്പോകാം, അത് കൊട്ടി അടയ്ക്കാതിരിക്കുക, ആ ഒരു ഓപ്പൺനെസ് മനസ്സിൽ കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള അർത്ഥം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഞാനത് മനസ്സിലാക്കും. നമ്മളെ മനസ്സുകൾ ഓപ്പൺ ചെയ്തില്ല, ആർക്ക് വേണമെങ്കിലും കയറി വരാം, ആർക്ക് വേണമെങ്കിലും ഇറങ്ങിപ്പോകാം, ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ലൈഫ്. ആൾക്കാർ വരും പോകും. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സ്വയം സ്നേഹിക്കാനും സ്വയം നല്ലൊരു ഫ്രണ്ടായിരിക്കാനും കഴിയാന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എൻ്റെ ഗോൾ എന്ന് പറയുന്നത്. കാരണം അങ്ങനെ സ്നേഹിക്കുമ്പോഴേ ഒരു ട്രാൻസാക്ഷൻ അല്ലാത്ത, ഒരു എക്സ്പെക്ടേഷൻസിലല്ലാത്ത ഒരു സൗഹൃദം എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്.